أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവചരിത്രം വിവരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയുടെ മാനദണ്ഡങ്ങളെക്കുറിച്ചുള്ള ചില ഉദ്ധരണികളും സംഭവങ്ങളും വിവരിച്ചിരുന്നു. ഇന്നും ഏതാനും ചില സംഭവങ്ങൾ വിവരിക്കാം. ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരെ ഡോക്ടർ ഹെൻറി മാർട്ടിൻ ക്ലാർക്കിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കേസ് ഫയൽ ചെയ്യപ്പെട്ടിരുന്നു. അത് വധശ്രമ കേസായിരുന്നു. അങ്ങേയറ്റം അപകടകരമായ കേസായിരുന്നു. ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രസ്താവിക്കുന്നു, ഈ ഹെൻറി മാർട്ടിൻ ക്ലാർക്കിൻ്റെ കേസ് തൂക്കിക്കൊല്ലൽ ശിക്ഷ വരെ ലഭിക്കാവുന്നത്ര അപകടകരമായിരുന്നു. യഹൂദന്മാരുടെ ഭാഗത്തു നിന്ന് റോമൻ കോടതിയിൽ ഹസ്രത്ത് ഈസാ അലൈഹി സ്വലാമിന് മേൽ ചുമത്തപ്പെട്ട കേസിനെ ഉദാഹരിച്ചുകൊണ്ട് ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രസ്താവിച്ചു, ഇത്തരത്തിലുള്ള ഒരു കേസ് എനിക്കെതിരെയും ഉണ്ടായിരുന്നു. മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരെ യഹൂദന്മാരായിരുന്നു കേസ് കൊടുത്തത്. എന്നാൽ ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ എനിക്കെതിരെ കേസ് കൊടുത്തത് മാന്യനായ ഒരു പാതിരിയും ഡോക്ടറുമായിരുന്നു, അതായത് ഡോക്ടർ മാർട്ടിൻ ക്ലാർക്ക്. അയാൾ എനിക്കെതിരെ വധശ്രമത്തിന് കേസുണ്ടാക്കി. അയാൾ എല്ലാ സാക്ഷ്യങ്ങളും പൂർണ്ണമായും ഒരുക്കി. ഈ പ്രസ്ഥാനത്തിൻ്റെ ബദ്ധവൈരിയായിരുന്ന മൗലവി അബൂ സയ്യിദ് മുഹമ്മദ് ഹുസൈൻ ബട്ടാലിബി പോലും സാക്ഷി പറയാനായി കോടതിയിൽ വരികയും അയാൾക്ക് കഴിയുന്നത്ര എനിക്കെതിരെ സാക്ഷി പറയുകയും കേസ് എനിക്കെതിരെ പൂർണ്ണമായി തെളിയിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഈ കേസ് ഗുർദാസ്പൂർ ഡെപ്യൂട്ടി കമ്മീഷണർ ക്യാപ്റ്റൻ ഡഗ്ലസിൻ്റെ കോടതിയിലായിരുന്നു. ഒരുപക്ഷെ ഇപ്പോൾ അദ്ദേഹം ഷിംലയിലാണെന്ന് ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രസ്താവിക്കുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് സ്ഥലം മാറ്റം ലഭിച്ചിരുന്നു. ഏതായാലും അദ്ദേഹത്തിൻ്റെ മുമ്പാകെ കേസ് പൂർണ്ണമായ രീതിയിൽ തയ്യാറാക്കപ്പെട്ടു. എല്ലാ സാക്ഷ്യങ്ങളും എനിക്കെതിരെ വലിയ ആവേശത്തോടെയാണ് നൽകപ്പെട്ടതെന്ന് ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രസ്താവിക്കുന്നു. ഇത്തരമൊരു അവസ്ഥയിൽ നിയമപരിജ്ഞാനമുള്ളവരും വിദഗ്ധരുമായ ആർക്കും ഞാൻ കുറ്റവിമുക്തനാക്കപ്പെടുമെന്ന് പറയാൻ കഴിയുമായിരുന്നില്ല. സമയത്തിൻ്റെ തേട്ടവും സാഹചര്യങ്ങളും എന്നെ സെഷൻസ് കോടതിക്ക് കൈമാറുന്നതിലേക്കും അവിടെ നിന്ന് തൂക്കുമരത്തിലേക്കോ അല്ലെങ്കിൽ കാലാപാനിയിലേക്ക് നാടുകടത്തൽ ശിക്ഷയിലേക്കോ, അതായത് ജീവപര്യന്തം തടവിലേക്കോ നയിക്കുന്ന രീതിയിലായിരുന്നു. എന്നാൽ അള്ളാഹു കേസിന് മുമ്പ് എനിക്ക് വിവരം നൽകിയതുപോലെ തന്നെ ഇതിൽ ഞാൻ കുറ്റവിമുക്തനാക്കപ്പെടുമെന്ന് സമയത്തിനു മുമ്പേ ഉൾപ്പെടുത്തിയിരുന്നു. ഈ പ്രവചനം എൻ്റെ ജമാഅത്തിലെ ഒരു വലിയ വിഭാഗത്തിന് അറിയാമായിരുന്നു. ചുരുക്കത്തിൽ കേസ് ഈ ഘട്ടത്തിലെത്തുകയും മജിസ്ട്രേറ്റ് എന്നെ സെഷൻസ് കോടതിക്ക് കൈമാറുമെന്ന് ശത്രുക്കളും എതിരാളികളും കരുതുകയും ചെയ്ത ആ സന്ദർഭത്തിൽ അദ്ദേഹം, അതായത് ഡഗ്ലസ്, പോലീസിനോട് പറഞ്ഞു, ഈ കേസ് കെട്ടിച്ചമച്ചതാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ജഡ്ജിയായ ക്യാപ്റ്റൻ സാഹിബിന് വിശ്വാസം വന്നില്ല. യഥാർത്ഥത്തിൽ ഇത്തരമൊരു ശ്രമം നടന്നിട്ടുണ്ടെന്നും ഡോക്ടർ ക്ലാർക്കിനെ വധിക്കാൻ അദ്ദേഹം ആളെ അയച്ചിട്ടുണ്ടെന്നും എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. നിങ്ങൾ ഇതിനെക്കുറിച്ച് വീണ്ടും അന്വേഷണം നടത്തുക. പുനരന്വേഷണം നടത്താൻ പോലീസ് കമാൻഡറോട് പറയാൻ അള്ളാഹു ജഡ്ജിയുടെ മനസ്സിൽ തോന്നിപ്പിച്ചു. ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രസ്താവിക്കുന്നു, എൻ്റെ എതിരാളികൾ എനിക്കെതിരെ
എല്ലാവിധ ഗൂഢാലോചനകളും ഏർപ്പെട്ടിരുന്ന സമയം മാത്രമല്ല അത്, മറിച്ച് പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുമെന്ന് അവകാശപ്പെട്ടിരുന്നവർ പ്രാർത്ഥനകളിൽ മുഴുകിയിരുന്ന സമയം കൂടിയായിരുന്നു. അവർ വെറുതെ പരിശ്രമിക്കുക മാത്രമല്ല ചെയ്തിരുന്നത്, മറിച്ച് എനിക്ക് ശിക്ഷ ലഭിക്കാനായി കരഞ്ഞ് പ്രാർത്ഥിക്കുക കൂടി ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ അള്ളാഹുവിനെ നേരിടാൻ ആർക്ക് കഴിയും? ക്യാപ്റ്റൻ ഡഗ്ലസ് സാഹിബിന് ചില ശുപാർശകൾ വന്നതായും എനിക്കറിയാം. എന്നാൽ അദ്ദേഹം നീതിമാനായ ഒരു മജിസ്ട്രേറ്റ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, നമ്മിൽ നിന്ന് ഇത്തരമൊരു ദുഷ്പ്രവൃത്തി ഉണ്ടാവുകയില്ല. അതായത് തെറ്റായ ഒരു തീരുമാനമെടുക്കാൻ എനിക്ക് കഴിയില്ല. ചുരുക്കത്തിൽ ഈ കേസ് പുനരന്വേഷണത്തിനായി ക്യാപ്റ്റൻ ലിമാർ ചന്ദിന് കൈമാറിയപ്പോൾ അദ്ദേഹം അബ്ദുൽ ഹമീദിനെ വിളിക്കുകയും സത്യം മാത്രം പറയാൻ അവനോട് ആവശ്യപ്പെടുകയും ചെയ്തു. അബ്ദുൽ ഹമീദ് ഡെപ്യൂട്ടി കമ്മീഷണർ സാഹിബിന് മുമ്പാകെ നൽകിയ അതേ മൊഴി തന്നെ അവിടെയും ആവർത്തിച്ചു. പ്രസ്താവനയിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ താങ്കൾ പിടിക്കപ്പെടുമെന്ന് അദ്ദേഹത്തോട് നേരത്തെ തന്നെ പറയപ്പെട്ടിരുന്നു. അതിനാൽ അദ്ദേഹം അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ക്യാപ്റ്റൻ സാഹിബ് അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ ഇത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. സാഹിബിന് അതുകൊണ്ട് തൃപ്തിയാകുന്നില്ല, അതായത് മജിസ്ട്രേറ്റിന് ബോധ്യപ്പെടുന്നില്ല. കാരണം താങ്കൾ സത്യമല്ല പറയുന്നത്. രണ്ടാമതും ക്യാപ്റ്റൻ ലിമാർ ചന്ദ് ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീഴുകയും എന്നെ രക്ഷിക്കണം എന്ന് പറയുകയും ചെയ്തു. ക്യാപ്റ്റൻ സാഹിബ് അദ്ദേഹത്തിന് ധൈര്യം പകരുകയും സത്യം പറയാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതിൽ അദ്ദേഹം യാഥാർത്ഥ്യം വെളിപ്പെടുത്തുകയും എന്നെ ഭീഷണിപ്പെടുത്തിയാണ് ഇങ്ങനെയൊരു മൊഴി പറയിപ്പിച്ചത് എന്ന് തുറന്നു സമ്മതിക്കുകയും ചെയ്തു. മിർസ സാഹിബ് ഒരിക്കലും എന്നെ വധശ്രമത്തിനായി അയച്ചിട്ടില്ല. ഈ മൊഴി കേട്ടപ്പോൾ ക്യാപ്റ്റൻ സന്തോഷിക്കുകയും ഞങ്ങൾ കേസിൻ്റെ നിജസ്ഥിതി കണ്ടെത്തിയെന്ന് ഡെപ്യൂട്ടി കമ്മീഷണർക്ക് കമ്പി സന്ദേശം അയക്കുകയും ചെയ്തു. അങ്ങനെ ഗുർദാസ്പൂരിൽ വെച്ച് ഈ കേസ് വീണ്ടും ഹാജരാക്കപ്പെട്ടു. അവിടെ ക്യാപ്റ്റൻ ലിമാർ ചന്ദിൻ്റെ സത്യവാചകം എടുക്കുകയും അദ്ദേഹം സത്യപ്രസ്താവന രേഖപ്പെടുത്തുകയും ചെയ്തു. ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രസ്താവിക്കുന്നു, ആ സമയത്ത് കോടതിയിൽ ഡെപ്യൂട്ടി കമ്മീഷണർ യാഥാർത്ഥ്യം വെളിപ്പെട്ടതിൽ അത്യധികം സന്തോഷവാനായി ഞാൻ കണ്ടു. എനിക്കെതിരെ കള്ളസാക്ഷി പറഞ്ഞ ആ ക്രിസ്ത്യാനികളോട് അദ്ദേഹത്തിന് കടുത്ത ദേഷ്യമുണ്ടായിരുന്നു. താങ്കൾക്ക് ഈ ക്രിസ്ത്യാനികൾക്കെതിരെ കേസ് കൊടുക്കാമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. എന്നാൽ കോടതി വ്യവഹാരങ്ങളോട് എനിക്ക് താൽപ്പര്യമില്ലാത്തതിനാൽ ഞാൻ കേസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞു. എൻ്റെ കേസ് വാനലോകത്ത് ഫയൽ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതിന് പിന്നാലെ തന്നെ ഡഗ്ലസ് സാഹിബ് വിധി എഴുതി. അന്ന് വലിയൊരു ജനക്കൂട്ടം അവിടെ തടിച്ചുകൂടിയിരുന്നു. വിധി പ്രസ്താവിച്ചുകൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, താങ്കൾക്ക് അഭിനന്ദനങ്ങൾ, താങ്കൾ കുറ്റവിമുക്തനായിരിക്കുന്നു. ആ സമയത്ത് ലോകം മുഴുവൻ എൻ്റെ ശത്രുക്കളായിരിക്കുന്നത് ഞാൻ കണ്ടു. ലോകം ദ്രോഹിക്കാൻ ഒരുങ്ങുമ്പോൾ എല്ലാ ഭാഗത്തു നിന്നും ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അള്ളാഹു മാത്രമാണ് തൻ്റെ സത്യസന്ധരായ ദാസന്മാരെ രക്ഷിക്കുന്നത്. ഞാൻ സത്യവാനായിരുന്നു, അതിനാൽ അള്ളാഹു എന്നെ രക്ഷിച്ചു. ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സത്യസന്ധതയെയും ഉത്കൃഷ്ടമായ സ്വഭാവത്തെയും കുറിച്ച് ഈ കേസിൽ പങ്കെടുത്ത ഒരാൾ വിവരിച്ചിട്ടുണ്ട്. ജമാഅത്തിന് പുറത്തുള്ള മൗലവി ഫസൽദീൻ എന്ന വക്കീലായിരുന്നു അദ്ദേഹം. ഹസ്രത്ത് ഷേഖ് യാക്കൂബ് അലി ഇർഫാനി സാഹിബ് തൻ്റെ ഹയാത്തെ അഹമ്മദ് എന്ന പുസ്തകത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം സത്യവാനാണെന്ന് തെളിയിക്കുന്ന മറ്റൊരു മഹത്തായ സ്വഭാവ വൈശിഷ്ട്യം ഈ കേസിലും വെളിപ്പെട്ടു. ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് സത്യത്തോടുള്ള സ്നേഹം എത്രത്തോളമായിരുന്നു എന്നത്. മർഹൂമായ അഭിഭാഷകൻ മൗലവി ഫസൽദീൻ സാഹിബിൻ്റെ വാക്കുകളിൽ അത് കേൾക്കുക. എൻ്റെ സുഹൃത്തായിരുന്ന ലാലാ ദീനാനാഥ്, ദേശ്, ഹിന്ദുസ്ഥാൻ എന്നീ 2 പത്രങ്ങളുടെ എഡിറ്ററായിരുന്നു. അദ്ദേഹം ഒരു ഹിന്ദുവായിരുന്നു. ഷേഖ് യാക്കൂബ് അലി സാഹിബ് ഇർഫാനിയുടെ സുഹൃത്തുമായിരുന്നു. അദ്ദേഹം പറയുന്നു, മിർസ സാഹിബിനോട് എനിക്ക് എത്രമാത്രം ആദരവുണ്ടെന്ന് താങ്കൾക്കറിയാം. അദ്ദേഹത്തിൻ്റെ സ്ഥാനവും പദവിയും വളരെ മഹത്തരമാണെന്ന് ഞാൻ കരുതിയിരുന്നു. അദ്ദേഹത്തിൻ്റെ വാദങ്ങളെക്കുറിച്ച് മനഃശാസ്ത്രപരമായ കാഴ്ചപ്പാടിൽ ഇത് വക്കീൽ സാഹിബ് പറഞ്ഞതാണ്. അദ്ദേഹം പ്രസ്താവിച്ചു, വാദങ്ങളെ സംബന്ധിച്ച് അത് മനസ്സിലാക്കുന്നതിൽ അദ്ദേഹത്തിന് തെറ്റുപറ്റിയിട്ടുണ്ടെന്നും വാദങ്ങൾ സത്യമല്ലെന്നും ഞാൻ കരുതുന്നു. എങ്കിലും അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. ഒരു മഹാപുരുഷൻ എന്ന നിലയിലും ആത്മീയ മനുഷ്യൻ എന്ന നിലയിലും അദ്ദേഹം ഉന്നത പദവിയിലുള്ള മനുഷ്യനായിരുന്നു. ഒരു സംഭവത്തിലൂടെയാണ് അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് ഇത്തരമൊരു വിശ്വാസമുണ്ടായത്.
ആ സംഭവം അദ്ദേഹം വിവരിക്കുന്നു. മഹാഭിഷുകരനായ ഹക്കീം ഗുലാം നബിയെ നിങ്ങൾക്കറിയാമല്ലോ, മൗലവി ഫസൽദീൻ സാഹിബ് വക്കീലിനെയും. ഇത് എഡിറ്ററായിരുന്ന ഹിന്ദു വ്യക്തിയാണ് ഈ സംഭവം വിവരിക്കുന്നത്. ഇനി അദ്ദേഹം മൗലവി ഫസൽദീൻ സാഹിബിൻ്റെ കാര്യം പറയുകയാണ്. മൗലവി ഫസൽദീൻ സാഹിബ് വക്കീലിനെ താങ്കൾക്കറിയാം. ഹക്കീം സാഹിബിൻ്റെ അടുത്ത് വൈകുന്നേരങ്ങളിൽ സുഹൃത്തുക്കൾ ഒത്തുചേരാറുണ്ട്. ഞാനും അവിടെ പോകാറുണ്ടായിരുന്നു. ഒരു ദിവസം അവിടെ ചില സുഹൃത്തുക്കൾ ഇരിക്കുകയായിരുന്നു. യാദൃച്ഛികമായി മിർസ സാഹിബിൻ്റെ പരാമർശം വന്നു. ഒരാൾ അദ്ദേഹത്തെ എതിർക്കാൻ തുടങ്ങി. എന്നാൽ അത് അന്തസ്സിനും മര്യാദയ്ക്കും നിരക്കാത്ത രീതിയിലായിരുന്നു. ഇത് കേട്ടപ്പോൾ പത്രാധിപരായ ആ ഹിന്ദു വ്യക്തി പറയുന്നു. അത് കേട്ട് മൗലവി ഫസൽദീൻ സാഹിബ് രോഷാകുലനായി. അദ്ദേഹം വൈകാരികമായി പറഞ്ഞു, ഞാൻ മിർസ സാഹിബിൻ്റെ ശിഷ്യനല്ല. അദ്ദേഹത്തിൻ്റെ വാദങ്ങളിൽ എനിക്ക് വിശ്വാസവുമില്ല. അതിൻ്റെ കാരണം എന്തു തന്നെയായാലും. എന്നാൽ മിർസ സാഹിബിൻ്റെ മഹത്തായ വ്യക്തിത്വത്തിലും സ്വഭാവ മഹിമയിലും ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു വക്കീലാണ്. എല്ലാ വിഭാഗം ആളുകളും കേസുമായി ബന്ധപ്പെട്ട് എൻ്റെ അടുത്ത് വരാറുണ്ട്. ആയിരക്കണക്കിന് ആളുകളെ ഞാൻ ഈ രംഗത്ത് മറ്റ് വക്കീൽമാർ മുഖേനയും കണ്ടിട്ടുണ്ട്. പ്രകടനപരതയോ കാപഠ്യമോ കാണിക്കുമെന്നൊരിക്കലും സംശയിക്കാൻ പോലും കഴിയാത്ത വലിയ സൽസ്വഭാവികൾ പോലും കേസുമായി ബന്ധപ്പെട്ട് നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൊഴി മാറ്റേണ്ടി വരുമ്പോൾ യാതൊരു മടിയും കൂടാതെ മാറ്റുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ സത്യത്തിൻ്റെ പദവിയിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് മാറാത്ത ഒരാളായി മിർസ സാഹിബിനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു കേസിൽ വക്കീലായിരുന്നു. ഈ കേസ് ആ പാതിരി ഹെൻറി മാർട്ടിൻ ക്ലാർക്കിൻ്റേതായിരുന്നു. ആ കേസിൽ ഞാൻ അദ്ദേഹത്തിനായി ഒരു നിയമപരമായ മൊഴി തയ്യാറാക്കുകയും അത് അദ്ദേഹത്തിനു മുമ്പാകെ സമർപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം അത് വായിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇതിൽ കള്ളമുണ്ടല്ലോ. പ്രതിയുടെ മൊഴി സത്യവാങ്മൂലമല്ലെന്നും നിയമപരമായി അയാൾക്ക് ഇഷ്ടമുള്ളത് മൊഴി നൽകാൻ അനുവാദമുണ്ടെന്നും ഞാൻ പറഞ്ഞു. അതിനകത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രസ്താവിച്ചു, ഇഷ്ടമുള്ളത് മൊഴി നൽകാൻ നിയമം അനുവാദം നൽകിയിട്ടുണ്ടാകാം, എന്നാൽ അള്ളാഹു അതിന് അനുവാദം നൽകുന്നില്ല. കള്ളം പറയാൻ അള്ളാഹു അനുവാദം നൽകിയിട്ടില്ല. നിയമത്തിൻ്റെ ലക്ഷ്യവും അതല്ല. അതുകൊണ്ട് വസ്തുതകൾക്ക് വിരുദ്ധമായ അത്തരമൊരു പ്രസ്താവനയ്ക്ക് ഞാൻ ഒരിക്കലും തയ്യാറല്ല. ഞാൻ ശരിയായ കാര്യങ്ങൾ സമർപ്പിക്കും. മൗലവി സാഹിബ്, അതായത് വക്കീൽ സാഹിബ് പറയുന്നു, താങ്കൾ അറിഞ്ഞുകൊണ്ട് സ്വയം ആപത്തിൽ ചെന്ന് ചാടുകയാണ് എന്ന് ഞാൻ പറഞ്ഞു. അതിനാൽ മസീഹ് മൗഊദ് സ്വലാത്തു വസ്സലാം പറഞ്ഞു, അറിഞ്ഞുകൊണ്ട് വിപത്തിൽ ചാടുക എന്നത് നിയമപരമായ മൊഴി നൽകി അവിഹിത നേട്ടമുണ്ടാക്കാൻ എൻ്റെ അള്ളാഹുവിനെ പിണക്കുക എന്നതാണ്. എന്ത് സംഭവിച്ചാലും അത് എന്നെക്കൊണ്ട് സാധ്യമല്ല. ആ പത്രാധിപരായ ലാലാ ദീനാനാഥ് സാഹിബ് ഷെയ്ഖ് യാക്കൂബ് അലി സാഹിബ് ഇർഫാനി സാഹിബിനോട് ഇപ്രകാരം പറയുകയായിരുന്നു. മൗലവി ഫസൽദീൻ സാഹിബ് പറയുകയായിരുന്നു, മിർസ സാഹിബ് ഈ കാര്യങ്ങൾ അത്രയും ആവേശത്തോടെയാണ് പ്രസ്താവിച്ചത് എന്ന്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു പ്രത്യേകതരം തേജസ്സും മോജസ്സും ഉണ്ടായിരുന്നു. ഇത് കേട്ടപ്പോൾ ഞാൻ, അതായത് വക്കീൽ സാഹിബ് ഹസ്രത്ത് മസീഹ് മൗഊദ് സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, എൻ്റെ വക്കാലത്ത് കൊണ്ട് താങ്കൾക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. അതിന് അദ്ദേഹം പ്രസ്താവിച്ചു, താങ്കളുടെ വക്കാലത്ത് കൊണ്ടോ മറ്റേതെങ്കിലും വ്യക്തിയുടെ പരിശ്രമം കൊണ്ടോ പ്രയോജനമുണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടുമില്ല. ആരുടെയെങ്കിലും എതിർപ്പ് എന്നെ നശിപ്പിക്കുമെന്നും ഞാൻ കരുതുന്നില്ല. എൻ്റെ ഹൃദയത്തെ കാണുന്ന അള്ളാഹുവിലാണ് ഞാൻ ഭരമേൽപ്പിക്കുന്നത്. താങ്കളെ വക്കീലായി നിശ്ചയിച്ചത് ഉപാധികളെ പരിഗണിക്കുക എന്ന മര്യാദ മൂലം മാത്രമാണ്. താങ്കളുടെ ജോലിയിൽ നേരുള്ളവനാണ് എന്നെനിക്കറിയാം. അതുകൊണ്ടാണ് താങ്കൾ നിശ്ചയിച്ചത്. ഇത് ഉപയോഗിക്കേണ്ട ഒരു ബാഹ്യമായ മാർഗം മാത്രമാണ്. അതിനായി ഞാൻ ഇത് ചെയ്യുന്നു. എനിക്ക് താങ്കളുടെ മേൽ യാതൊരു ആശ്രിതത്വവുമില്ല. മൗലവി ഫസൽദീൻ സാഹിബ് പറയുന്നു, ഞാൻ വീണ്ടും പറഞ്ഞു, ഞാൻ ഈ മൊഴി തന്നെയാണ് നിർദ്ദേശിക്കുന്നത്. മിർസ സാഹിബ് പറഞ്ഞു, വേണ്ട. ഫലത്തെക്കുറിച്ചും പരിസമാപ്തിയെക്കുറിച്ചും ചിന്താകുലനാകാതെ ഞാൻ തന്നെ എഴുതുന്ന മൊഴി ഹാജരാക്കുക. അതിലൊരു വാക്കുപോലും മാറ്റരുത്. താങ്കളുടെ നിയമപരമായ മൊഴിയേക്കാൾ അത് സ്വാധീനമുണ്ടാക്കുമെന്ന് പൂർണ്ണ ഉറപ്പോടെ ഞാൻ താങ്കളോട് പറയുന്നു. താങ്കൾ ഭയപ്പെടുന്ന ആ ഫലം ഉണ്ടാവുകയില്ല. മറിച്ച് ഇൻഷാ അല്ലാഹ് പരിസമാപ്തി ശുഭകരമായിരിക്കും. ഇനി ലോകത്തിൻ്റെ നോട്ടത്തിൽ ശുഭപര്യവസാനമല്ല എന്ന് തന്നെ കരുതുക. അതായത് എനിക്ക് ശിക്ഷ ലഭിക്കുകയാണെങ്കിൽ പോലും എനിക്കതിൽ തെല്ലും ആശങ്കയില്ല. കാരണം എൻ്റെ റബ്ബിനെ ഞാൻ ധിക്കരിച്ചില്ലല്ലോ എന്ന കാര്യത്തിൽ ആ സമയത്ത് ഞാൻ സന്തുഷ്ടനായിരിക്കും. ലാലാ ദീനാനാഥ് പറയുന്നു, മൗലവി ഫസൽദീൻ സാഹിബ്
വലിയ ആവേശത്തോടും ആത്മാർത്ഥയോടും കൂടി ഇത്തരത്തിൽ മിർസ സാഹിബിൻ്റെ ഡിഫൻസ് അവതരിപ്പിച്ചു. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഉടൻ തന്നെ തൻ്റെ മൊഴി എഴുതി നൽകിയെന്നും അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ കുതിർത്ത് നോക്കൂ, അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ആ മൊഴിയിൽ അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു. മൗലവി ഫസലുദ്ദീൻ സാഹിബ് ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സത്യസന്ധതയെയും സത്യത്തിനു വേണ്ടി ഏത് വിപത്തും സ്വീകരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആർജവത്തെയും ധീരോദാത്തതയെയും കുറിച്ച് വിവരിച്ചപ്പോൾ ആ സദസ്സിൽ സന്നിഹിതരായിരുന്നവരിലൊക്കെ ഒരുതരം അനുഭൂതി ഉളവായി. അവിടെ ഇരുന്ന് എതിർത്തുകൊണ്ടിരുന്ന അന്യരായ ആളുകളെല്ലാം നിശബ്ദരായി. അപ്പോൾ ചിലർ ചോദിച്ചു, പിന്നെന്തുകൊണ്ടാണ് താങ്കൾ ശിഷ്യത്വം സ്വീകരിക്കാത്തത്? അദ്ദേഹം പറഞ്ഞു, അതെൻ്റെ വ്യക്തിപരമായ കാര്യമാണ്, അത് ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമില്ല. ഞാൻ അദ്ദേഹത്തെ ഒരു ആദർശയോഗ്യനും സത്യവാനുമായി വിശ്വസിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ അദ്ദേഹത്തിന് വലിയ സ്ഥാനമുണ്ട്. ഇതേ സംഭവത്തെക്കുറിച്ച് മാസ്റ്റർ നദീർ ഹുസൈൻ സാഹിബിൻ്റെ ഒരു വിവരണമുണ്ട്. ഹൈക്കോടതി അഡ്വക്കേറ്റായിരുന്ന മർഹൂം മൗലവി ഫസലുദ്ദീൻ സാഹിബിന് ഹസരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അങ്ങേയറ്റത്തെ ഭക്തി ഉണ്ടായിരുന്നുവെന്നും ഹസരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കേസുകളിൽ അദ്ദേഹം സ്ഥിരമായി പോകാറുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഉന്നത ശ്രേണിയിലുള്ള ഒരു ആദർശയോഗ്യനും സത്യവാനുമായാണ് താൻ വിശ്വസിക്കുന്നതെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അന്വേഷണത്തിൽ അദ്ദേഹം ഹസരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു സംഭവം വിവരിച്ചു. ഹസരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമും ഡെപ്യൂട്ടി മാർട്ടിൻ ക്ലാർക്കും തമ്മിലുള്ള കേസിനായി ഞങ്ങൾ പോയി. കേസിൽ അബ്ദുൽ ഹമീദ് എന്നു പേരുള്ള ഒരാൾ മാർട്ടിൻ ക്ലാർക്കിനെ വധിക്കാനായി ഹസരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമാണ് എന്നെ അയച്ചത് എന്ന് മൊഴി നൽകിയപ്പോൾ ലാഹോറിലെ വക്കീലായിരുന്ന മർഹൂം മൗലവി ഫസലുദ്ദീൻ സാഹിബ് എനിക്ക് അബ്ദുൽ ഹമീദിനെ അറിയില്ല എന്ന് കോടതിയിൽ പറയണമെന്ന് ഹസരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വക്കീൽ എന്ന നിലയിൽ നിർദ്ദേശിച്ചു. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം, എനിക്കറിയില്ല എന്ന ഈ മൊഴി താങ്കൾ നൽകിയാൽ മതി. ഹസരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇത്രമാത്രം മൊഴി നൽകിയാൽ വിജയം ഉറപ്പാണെന്നും അല്ലെങ്കിൽ മോചനം അസാധ്യമാണെന്നും തങ്ങൾ എല്ലാ രീതിയിലും ഹസരത്ത് മസീഹ് സ്വലാത്തു വസ്സലാമിനെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് വക്കീൽ സാഹിബ് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഹസരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഞങ്ങളുടെ എല്ലാ നിർദ്ദേശങ്ങളും കേട്ട ശേഷം പറഞ്ഞു, ഞാൻ ലോകത്ത് സത്യം സ്ഥാപിക്കാനാണ് വന്നത്. എന്നെ തൂക്കിലേറ്റിയാൽ പോലും ഞാൻ ഒരിക്കലും കള്ളം പറയുകയില്ല. എനിക്ക് അബ്ദുൽ ഹമീദിനെ അറിയാം, അദ്ദേഹം കാദിയാനിൽ വരാറുണ്ടായിരുന്നു. എന്ത് സംഭവിച്ചാലും എനിക്കത് നിഷേധിക്കാൻ കഴിയില്ല. ജീവനെ രക്ഷിക്കുക എന്നത് നിർബന്ധ ബാധ്യതയാണെന്നും അതിനാൽ കള്ളം പറയുന്നില്ലെങ്കിൽ പോലും കുറഞ്ഞപക്ഷം അവനെ അറിയുമെന്ന് വ്യക്തമാകാത്ത നിലയിൽ ഒഴുക്കൻ മറ്റുള്ള മറുപടി നൽകണമെന്നും ഞങ്ങൾ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അപേക്ഷിച്ചുവെന്ന് വക്കീൽ സാഹിബ് പറയുന്നു. അപ്പോൾ ഹസരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എനിക്ക് അങ്ങനെയും ചെയ്യാൻ കഴിയില്ല. അള്ളാഹു എന്നെ ലോകത്ത് തൻ്റെ മാതൃക സമർപ്പിക്കാനാണ് നിയോഗിച്ചത്. ജീവൻ രക്ഷിക്കാനായി അത്തരം ഒരു മാതൃക കാണിക്കാൻ ഞാൻ തയ്യാറല്ല. സത്യം പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവൻ പോയാലും അപ്പോഴും നമ്മൾ വിജയിച്ചു. ഞങ്ങൾ ആ സമയത്ത് പൂർണ്ണമായും നിരാശരായിപ്പോയെന്നും കോടതിയിൽ ഹസരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം മൊഴി നൽകിയപ്പോൾ എനിക്ക് അബ്ദുൽ ഹമീദിനെ അറിയാമെന്ന് ഹസരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വ്യക്തമായി ഏറ്റുപറഞ്ഞുവെന്നും അനഹമ്മദിയായിരുന്ന മൗലവി ഫസലുദ്ദീൻ സാഹിബ് പറയുന്നു. അതോടെ മോചനം അസാധ്യമാണെന്ന് ഞങ്ങൾ ഉറപ്പിച്ചു. എന്നാൽ ആ കേസിൽ ഹസരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ലഭിച്ച അള്ളാഹുവിൻ്റെ സഹായം കണ്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. അള്ളാഹു താൻ നിയോഗിച്ച വ്യക്തിയെ എങ്ങനെയാണ് സഹായിച്ചതെന്നും ആ ഗുരുതരമായ കേസിൽ അദ്ദേഹം എങ്ങനെയാണ് അന്തസ്സോടെ കുറ്റവിമുക്തനായി വിജയിച്ചതെന്നും കണ്ട് ഞങ്ങൾ വിസ്മയിച്ചു. ഹസരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രസ്താവിച്ചു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ബലിയാക്കപ്പെട്ടുവെങ്കിലും സത്യം പറയുന്നതിൽ നിന്ന് അവർ പിന്മാറിയില്ല. അവർ രചിച്ച വിജയഗാഥകൾക്ക് സമാനതകളില്ല. അതിൻ്റെ കാരണമെന്തായിരുന്നു? അവരിൽ ആത്മാർത്ഥതയും സത്യതയും വിശ്വസ്തതയും ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ ചിന്തിക്കുന്നവർ ദൈവത്തിൽ ഉറച്ച വിശ്വാസമില്ലാത്തവരാണ്. അള്ളാഹുവിനു വേണ്ടി ഒരു കാര്യം ചെയ്യുന്നവർ അള്ളാഹുവിൻ്റെ സഹായം വന്നെത്തുമെന്ന് അറിയുന്നവരാണ്. അതിനാൽ അവർ അങ്ങനെ ചെയ്യില്ല. അള്ളാഹുവിൻ്റെ ദാസന്മാർ സത്യം പറയുന്നതിൽ നിന്ന് തടയപ്പെടാൻ വേണ്ടി കള്ളം പറയുകയില്ല. താങ്കൾ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് അവകാശപ്പെടുന്നുണ്ടല്ലോ എന്നോട് ചോദിച്ചാൽ
അതിന് ഞാൻ നൽകുന്ന മറുപടി എന്താണെന്ന് പറഞ്ഞു തരാം. സത്യതയും പുരുഷോചിതമായ ധൈര്യവുമല്ലാതെ വേറൊന്നും ഇവിടെ ഫലിക്കില്ല. നമ്മുടെ മേൽ എത്രയോ കേസുകൾ ഫയൽ ചെയ്യപ്പെട്ടു. എന്നാൽ അവയുടെ പരിസമാപ്തി എന്തായിരുന്നു? ഈ കാര്യങ്ങളെ ഭയന്ന് ഞങ്ങൾ ഒരടി പിന്നോട്ട് വെച്ചുവെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? അത് ശിർക്കാണ്. അള്ളാഹു ഉണ്ടെന്നും അവൻ തൻ്റെ ആത്മാർത്ഥരായ ദാസരെ സഹായിക്കുമെന്നും എനിക്കുറപ്പുണ്ട്. സത്യസന്ധമായ ഹൃദയത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നവനോടൊപ്പം അള്ളാഹു ഉണ്ടെന്ന് ഞാൻ സത്യസന്ധമായി പറയുന്നു. ഈ ഒരു ഗുണം ഉളവാക്കുന്ന ഒരേയൊരു മതം ഇസ്ലാം മാത്രമാണ്. ഇത് നിങ്ങൾക്കായി മാത്രം പ്രത്യേകമുള്ളതല്ല, എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്ന് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രസ്താവിച്ചു. ആര് സത്യസന്ധമായ ഹൃദയത്തോടെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുവോ അവർ രക്ഷിക്കപ്പെടും. കുട്ടിക്കാലം മുതൽ അറിയുന്ന ഒരു ഹിന്ദുവിൻ്റെ സാക്ഷ്യത്തെക്കുറിച്ച് പരാമർശമുണ്ട്. അദ്ദേഹം പറയുന്നു, ഞാൻ കുട്ടിക്കാലം മുതൽ മിർസ ഗുലാം മുഹമ്മദിനെ കണ്ടിട്ടുണ്ട്. ഞാനും അദ്ദേഹവും സമപ്രായക്കാരാണ്. ഖാദിയാനിൽ ഞാൻ എപ്പോഴും വരാറുണ്ട്. ഇപ്പോഴും ഞാൻ കാണുന്നു. അന്നത്തെ അതേ ഉത്തമ സ്വഭാവങ്ങളും ഗുണങ്ങളുമാണ് ഇപ്പോഴും അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹം എഴുതുന്നു, സത്യസന്ധൻ, അമാനത്തുകാരൻ, പുണ്യവാൻ. മിർസ സാഹിബിൻ്റെ രൂപത്തിൽ പരമേശ്വരൻ ഭൂമിയിൽ ഇറങ്ങി വന്നതാണെന്നാണ് ഞാൻ കരുതുന്നത്. പരമേശ്വരൻ തൻ്റെ പ്രഭാവം സ്വയം കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മൂത്ത മകൻ സാഹിബ്ജാദ മിർസ സുൽത്താൻ അഹമ്മദ് സാഹിബ് എഴുതുന്നു, പിതാവ് എപ്പോഴും ദീനിൻ്റെ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുമായിരുന്നു. വീട്ടുകാർക്ക് അദ്ദേഹത്തിൽ പൂർണ്ണ വിശ്വാസമായിരുന്നു. ഗ്രാമവാസികൾക്കും അദ്ദേഹത്തിൽ വലിയ വിശ്വാസമായിരുന്നു. എതിരാളികളായിരുന്ന പങ്കാളികൾ പോലും ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സ്വഭാവ മഹിമയിൽ എത്രത്തോളം വിശ്വസിച്ചിരുന്നുവെന്നാൽ തർക്കങ്ങൾക്കിടയിൽ അദ്ദേഹം എന്ത് പറഞ്ഞാലും അത് ഞങ്ങൾക്ക് സമ്മതമാണെന്ന് അവർ പറയുമായിരുന്നു. എല്ലാ വ്യക്തികളും അദ്ദേഹത്തെ അമീൻ അഥവാ വിശ്വസ്തനെന്നും സത്യസന്ധനെന്നും അറിഞ്ഞിരുന്നു. ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു പ്രസ്താവിക്കുന്നു, ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ വിചാരം ഇദ്ദേഹം എങ്ങനെ ജീവിക്കുമെന്നായിരുന്നു. ഇദ്ദേഹത്തിന് സ്വത്തുവകകൾ കൈകാര്യം ചെയ്യാൻ അറിയില്ല, ജോലി ചെയ്യാൻ ആഗ്രഹവുമില്ല. അടുത്ത ഗ്രാമത്തിലെ ഒരു സിഖുകാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ 2 ആൺമക്കൾ ഞങ്ങളുടെ ഉപ്പാപ്പയുടെ അടുത്ത് വരാറുണ്ടായിരുന്നുവെന്ന് ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു. അവരിൽ ഒരാൾ എന്നോട്, അതായത് ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഈ സംഭവം വിവരിച്ചു. ഒരിക്കൽ വലിയ മിർസ സാഹിബ് എന്നോട് പറഞ്ഞു, നീ പോയി ഗുലാം മുഹമ്മദിനോട് പറയുക, അവൻ നിന്റെ സമപ്രായക്കാരനാണ്, അവനെ ഒന്ന് ഉപദേശിക്കുക. സ്വത്തുവകകൾ നോക്കി നടത്താൻ അവന് കഴിയില്ലെങ്കിൽ ഞാൻ അവനെ ഒരിടത്ത് ജോലിക്ക് ചേർക്കാം. ഞാൻ ചെന്നു പറഞ്ഞു, താങ്കൾ ഒരു ജോലിയും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് പിതാവ് ദേഷ്യപ്പെടുന്നു. സഹോദരൻ്റെ ഔദാര്യത്തിൽ എത്ര കാലം ഇങ്ങനെ കഴിയുമെന്ന് പിതാവ് ചോദിക്കാൻ പറഞ്ഞു. പിതാവ് പറഞ്ഞു, സഹോദരൻ്റെ ഔദാര്യത്തിൽ ഇങ്ങനെ കഴിയുകയാണോ? ഞാൻ പോയി കഴിഞ്ഞാൽ നീ എന്തു ചെയ്യും? നിനക്ക് സമ്മതമാണെങ്കിൽ ഞാൻ ജോലി ഏർപ്പാടാക്കാം. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇത് കേട്ട് പ്രതിവദിച്ചു, പിതാവ് വെറുതെ വ്യാകുലപ്പെടുകയാണ്. ഞാൻ ആരുടെ ജോലിക്കാരനാകേണ്ടിയിരുന്നുവോ അവനെ ജോലിക്കാരനായി കഴിഞ്ഞിരിക്കുന്നു എന്ന് പിതാവിനോട് പറയുക. ഉപ്പാപ്പ ഒരു ഭൗതിക കാര്യങ്ങളിൽ മുഴുകിയവനായിരുന്നിട്ട് പോലും ആ സിഖുകാരൻ വിവരിക്കുന്നത് ഇപ്രകാരമാണ്, ഞാൻ ചെന്ന് മിർസ ഗുലാം മുഹമ്മദ് ഇങ്ങനെയാണ് പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നിശബ്ദനായി. പിന്നീട് പറഞ്ഞു, എൻ്റെ മകൻ മിർസ ഗുലാം മുഹമ്മദാണ് ഇത് പറഞ്ഞതെങ്കിൽ അവൻ സത്യമാണ് പറയുന്നത്, അവൻ ഒരിക്കലും കള്ളം പറയുകയില്ല. മിർസ ബഷീർ അഹമ്മദ് സാഹിബ് വിവരിക്കുന്നു, എനിക്ക് നന്നായി ഓർമ്മയുണ്ട്. ആ സംഭവം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. 1916 ഓൾ ഇന്ത്യ YMCA സെക്രട്ടറിയായിരുന്ന അന്തരിച്ച മിസ്റ്റർ വാൾട്ടർ അഹമ്മദിയ ജമാഅത്തിനെ കുറിച്ച് ഗവേഷണം നടത്താനായി ഖാദിയാനിൽ വന്നപ്പോൾ അഹമ്മദിയ പ്രസ്ഥാന സ്ഥാപകൻ്റെ ഏതെങ്കിലും ഒരു ആദ്യകാല സ്വഹാബിയെ കാണണമെന്ന് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചു. ആ സമയത്ത് മർഹൂം മുൻഷി അറോറ സാഹിബ് ഖാദിയാനിൽ ഉണ്ടായിരുന്നു. മസ്ജിദ് മുബാറക്കിൽ വെച്ച് മിസ്റ്റർ വാൾട്ടറെ മുൻഷി സാഹിബിനെ പരിചയപ്പെടുത്തി. ഔപചാരിക സംഭാഷണങ്ങൾക്ക് ശേഷം മിസ്റ്റർ വാൾട്ടർ മുൻഷി സാഹിബിനോട് ചോദിച്ചു, മിർസ സാഹിബിൻ്റെ സത്യതയിൽ താങ്കൾ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച തെളിവ് ഏതാണ്? മുൻഷി സാഹിബ് മറുപടി നൽകി, ഞാൻ വലിയ വിദ്യാഭ്യാസമുള്ള ആളൊന്നുമല്ല, വലിയ ശാസ്ത്രീയ തെളിവുകളൊന്നും എനിക്കറിയില്ല.
എന്നാൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച കാര്യം ഹസരത് സാഹിബിൻ്റെ വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തെക്കാൾ വലിയ സത്യസന്ധനെയോ വിശ്വസ്തനെയോ ദൈവത്തിൽ ഇത്രയധികം വിശ്വാസമുള്ള വ്യക്തിയെയോ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. അദ്ദേഹത്തെ കണ്ടാൽ ഈ മനുഷ്യൻ കള്ളം പറയുന്നവനാണെന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. ബാക്കി കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കാൻ കൊതിച്ചിരുന്നവനാണ്. എനിക്ക് കൂടുതൽ തെളിവുകളെക്കുറിച്ച് അറിവില്ല. ഇത് പറഞ്ഞുകൊണ്ട് മുൻഷി സാഹിബ് ഹസരത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചുള്ള ഓർമ്മയിൽ അങ്ങേയറ്റം അസ്വസ്ഥനാവുകയും പൊട്ടിക്കരയുകയും ചെയ്തു. കരഞ്ഞു കരഞ്ഞ് അദ്ദേഹം എക്കിളിടാൻ തുടങ്ങി. ആ സമയത്ത് അഭിമുഖം നടത്തിക്കൊണ്ടിരുന്ന മിസ്റ്റർ വാൾട്ടറുടെ അവസ്ഥ ശരീരത്തിൽ ചോരയോട്ടം നിലച്ചതുപോലെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖം വിളറി വെളുത്തുപോയി. അദ്ദേഹത്തിൻ്റെ മുഖം അലക്കിയ തൂവള വസ്ത്രം പോലെ വെളുത്തുപോയി. പിന്നീട് അദ്ദേഹം തൻ്റെ അഹമ്മദിയ മൂവ്മെൻ്റ് എന്ന പുസ്തകത്തിൽ ഈ സംഭവത്തെക്കുറിച്ച് പ്രത്യേകം പരാമർശിക്കുകയും ഇപ്രകാരം എഴുതുകയും ചെയ്തു: തൻ്റെ സഹവാസം കൊണ്ട് ഇത്തരത്തിലുള്ള മനുഷ്യരെ സൃഷ്ടിച്ച ഒരാളെ ചുരുങ്ങിയ പക്ഷം വഞ്ചകനെന്ന് വിളിക്കാൻ നമുക്ക് കഴിയില്ല. ഹസ്രത്ത് മിയാ റഹീം ബക്ഷ് സാഹിബ് വിവരിക്കുന്നു: എനിക്ക് മുഹമ്മദ് ഇബ്രാഹിം അഹമ്മദി എന്ന ഒരാളെ പരിചയപ്പെടാനിടയുണ്ടായി. അദ്ദേഹവുമായി ചില കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ എനിക്ക് ബോധ്യം വന്നു. അന്ന് രാത്രി ഞാൻ ഒരു സ്വപ്നം കണ്ടു. ഞങ്ങൾ 4 സഹോദരന്മാരും ഒരു മലയിടുക്കിൽ വഴിതെറ്റി നിൽക്കുകയാണ്. വഴി കാണുന്നില്ല. ഞാൻ ഒരു വശത്തുകൂടി മുകളിൽ കയറി വന്നപ്പോൾ ഒരു ട്രെയിൻ പോകുന്നത് കണ്ടു. പക്ഷെ അത് ഭൂമിയിൽ നിന്ന് വളരെ ഉയരത്തിലാണ്. അതിലെങ്ങനെ കയറുമെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. അപ്പോൾ മുകളിൽ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു: ആകാശത്തുനിന്ന് താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന ആ കയറിൽ പിടിക്കുക, എങ്കിൽ മാത്രമേ മുകളിൽ കയറാൻ കഴിയൂ. സ്വപ്നത്തിൽ ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടിരിക്കെ പ്രഭാതത്തിൽ ഇബ്രാഹിം സാഹിബ് എൻ്റെ അടുത്ത് വന്നു. ഞാൻ എൻ്റെ സ്വപ്നം അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം വിശുദ്ധ ഖുർആനെടുത്ത് വാത്തസിമൂ ബിഹബ്ലില്ലാഹ് എന്നതിൻ്റെ അർത്ഥം എനിക്ക് വിശദീകരിച്ചു തന്നു. ഞാൻ ബയ്യത്തിൻ്റെ കത്തെഴുതി. ബയ്യത്ത് സ്വീകരിച്ചുവെന്നും എന്നാൽ കാദിയാനിൽ വരണമെന്നും എനിക്ക് മറുപടി വന്നു. ഹസരത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിമാരോ ആണ് ആ കത്തെഴുതിയത്. ഉടൻ തന്നെ ഞാൻ കാദിയാനിലേക്ക് പോകാൻ തയ്യാറെടുത്തു. അമൃത്സർ സ്റ്റേഷനിൽ നിന്ന് ബട്ടാലിയിലേക്കുള്ള വണ്ടിയിൽ കയറിയപ്പോൾ എൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ 2-3 സിഖുകാരുണ്ടായിരുന്നു. അവർ നന്നേ പ്രായാധിക്യമുള്ളവരായിരുന്നു. അവരെന്നോട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു. കാദിയാനിലേക്കാണെന്ന് ഞാൻ പറഞ്ഞു. മിർസയുടെ കാദിയാനിലേക്കോ എന്നവർ ചോദിച്ചു. അതെ എന്ന് ഞാൻ മറുപടി നൽകി. സ്വപ്നം കണ്ടിരുന്നെങ്കിലും മനസ്സിൻ്റെ കൂടുതൽ സംതൃപ്തിക്കായി ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അവരോട് ഞാൻ അന്വേഷിച്ചു. അദ്ദേഹം എങ്ങനെയുള്ള ആളാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ പ്രശസ്തനാണെന്നും താൻ ദൈവമാണെന്ന് അവകാശപ്പെടുന്നുണ്ടെന്നുമാണ് ആ സിഖുകാർ പറഞ്ഞത്. അതവരുടെ ഗ്രാഹ്യമനുസരിച്ചുള്ള ചിന്തയായിരുന്നു. എന്നാൽ അള്ളാഹുവിൽ നിന്ന് വെളിപാട് ലഭിച്ചവനാണെന്നും അള്ളാഹുവിലേക്ക് ജനങ്ങൾ ക്ഷണിക്കാനാണ് താൻ വന്നതെന്നുമാണ് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അവകാശവാദം. ഏതായാലും ഞാൻ അവരോട് കുസൃതി തോന്നിയ ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം ബയ്യത്ത് ചെയ്തതാണെങ്കിലും വികൃതി തോന്നിയിട്ട് പറഞ്ഞു: മിർസ സാഹിബിനെ എനിക്കറിയാം. സിയാൽകോട്ടിൽ അദ്ദേഹം എൻ്റെ പിതാവിനോടൊപ്പം ജോലി ചെയ്തിരുന്നു. അവർ ഒരുമിച്ചിരുന്ന് കഞ്ചാവ് കുടിക്കാറുണ്ടായിരുന്നു. വെറുതെ ഒരു തമാശയ്ക്ക് ഞാൻ അവരോട് അങ്ങനെ പറഞ്ഞതാണ്. എന്തായാലും തുടക്കകാലത്ത് വിശ്വാസത്തിൻ്റെ കുറവുണ്ടാകും. ഇത് കേട്ടപ്പോൾ ആ സിഖുകാർ പറഞ്ഞു: മിയ, അരുത്, ഒരിക്കലും അങ്ങനെ പറയരുത്. അദ്ദേഹം ഒരു സാധുവായ മനുഷ്യനാണ്. അങ്ങേയറ്റം സത്യസന്ധനും വിശ്വസ്തനുമാണ്. അദ്ദേഹം എത്രത്തോളം പ്രശസ്തനാണെന്നാൽ ജനങ്ങൾ അദ്ദേഹത്തെ മാതൃകയായി കാണിക്കുന്നു. ആരെങ്കിലും സത്യം പറഞ്ഞാൽ നീ എന്താ മിർസ ഗുലാം മുർത്തസയുടെ മകനാണോ എന്ന് ഞങ്ങളുടെ നാട്ടുകാർ ചോദിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ സത്യസന്ധത ഞങ്ങൾക്കൊരു ഉദാഹരണമായി മാറിയിരിക്കുന്നു. അദ്ദേഹം കുട്ടിക്കാലത്ത് ഞങ്ങളോടൊപ്പം കളിച്ചിരുന്നു. പുസ്തകങ്ങൾ വായിച്ചു തരുമായിരുന്നു. അദ്ദേഹം ഒരു പ്രമാണിയുടെ മകനായിരുന്നു. കാദിയാനിലെ പ്രമാണിയുടെ മകനായതിനാൽ ഞങ്ങൾ ആദരിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം നാൾക്കുനാൾ മാറിക്കൊണ്ടിരുന്നു. പിന്നീട് അദ്ദേഹം പുറത്തിറങ്ങാതെ വീട്ടിനുള്ളിൽ തന്നെ കഴിയാൻ തുടങ്ങി. അതായത് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഏകാന്തവാസം സ്വീകരിച്ചു. അദ്ദേഹം ഉള്ളിലിരുന്ന് മന്ത്രവാദം നടത്തുകയാണെന്ന് അന്ധവിശ്വാസികളായ ചിലർ കരുതിയിരുന്നു. കാദിയാന് ചുറ്റുമുള്ള 4 മൈൽ പരിധിയിൽ അദ്ദേഹം മന്ത്രവാദം നടത്തിയെന്നാണ് അതുകൊണ്ട് അവർ അർത്ഥമാക്കിയത്. അതായത് തൻ്റെ സത്യസന്ധതയും കാര്യങ്ങളും എല്ലാവരെയും കൊണ്ട് സമ്മതിപ്പിച്ചു. ഏത് മതക്കാരൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നാലും
അവരുടെ മതം തെറ്റാണെന്നും തൻ്റെ മതം ശരിയാണെന്നും അദ്ദേഹം തെളിയിച്ചു കൊടുക്കും. താൻ വാനലോകത്തു നിന്ന് വന്നവനാണെന്ന് അദ്ദേഹം പറയുന്നു എന്നാണ് ആ സിഖുകാരൻ എന്നോട് പറഞ്ഞത്. ഇക്കാര്യങ്ങളെല്ലാം കേട്ട ശേഷം ഞാൻ കാദിയാനിലെ അതിഥി മന്ദിരത്തിലെത്തിയപ്പോൾ അവിടെ മൂന്ന് നാല് ആൺകുട്ടികളെ കണ്ടു. ഞാൻ സത്യമാണോ സ്വീകരിച്ചതെന്ന് പരീക്ഷിക്കാനായി ഞാൻ അവരോട് വളരെ ദേഷ്യപ്പെട്ട് സംസാരിച്ചു. എന്നാൽ എൻ്റെ മോശം പെരുമാറ്റത്തിനിടയിലും അവർ വളരെ സൗമ്യതയോടും മര്യാദയോടും കൂടിയാണ് എന്നോട് പെരുമാറിയത്. അവരുടെ ശിക്ഷണം എങ്ങനെയുള്ളതാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ പരുഷമായ സംസാരത്തിന് അവർ നൽകിയ മറുപടി അങ്ങേയറ്റം വിനയത്തോടെയായിരുന്നു. എനിക്ക് മിർസ സാഹിബിനെ കാണണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ഇപ്പോൾ സവാരി ചെയ്യാൻ പോയിരിക്കുകയാണെന്നും കാണാൻ പ്രയാസമാണെന്നും അവർ പറഞ്ഞു. ഖാദിയാനിൽ കറങ്ങി നടന്നപ്പോൾ കഠിനമായ ചൂട് കാരണം എനിക്ക് മടുപ്പ് തോന്നി. ഞാൻ തിരിച്ചു പോകാമെന്ന് കരുതി. അന്ന് എനിക്ക് വിശ്വാസത്തിൽ അത്ര ഉറപ്പില്ലായിരുന്നു. വഴിയിൽ വെച്ച് ഒരു അറബിയെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, സഹോദര, താങ്കൾ ഖാദിയാനിൽ വന്ന സ്ഥിതിക്ക് ഹസ്രത്ത് സാഹിബിനെ കണ്ടിട്ട് മാത്രമേ പോകാവൂ. ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണാതെ പോകരുത്. ഈ കാലം ഇനി തിരിച്ചു കിട്ടില്ല. ജനങ്ങൾ വരും, പക്ഷേ ഈ വ്യക്തിയെ പിന്നീട് കിട്ടില്ല. അവസരം കളയാതെ കണ്ടിട്ടു പോകൂ. എന്നാൽ ഞാൻ അത് കാര്യമാക്കാതെ കുതിരവണ്ടിക്കാരനോട് ഇപ്പോൾ തന്നെ പോകാമെന്ന് പറഞ്ഞു. ചൂട് കാരണം എനിക്ക് വയ്യാതിരിക്കുകയായിരുന്നു. കൂടാതെ കൂടിക്കാഴ്ച നടക്കുന്നുമില്ലായിരുന്നു. അതിനിടയിൽ ബാങ്ക് വിളിച്ചു. ഞാൻ നമസ്കാരം കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതി പള്ളിയിലേക്ക് വന്നു. നേരത്തെ കണ്ട ആ അറബിയെ അവിടെ വെച്ച് വീണ്ടും കണ്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞു, സഹോദര, താങ്കൾ ഹസ്രത്ത് സാഹിബിനെ കണ്ടിട്ട് പോകാനായി അള്ളാഹു താങ്കളെ ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി ഞാൻ ആ സമയം മുതൽ സുജൂദിൽ വീണ് പ്രാർത്ഥിക്കുകയായിരുന്നു. ആ അറബി സാഹിബിൻ്റെ ആത്മാർത്ഥത നോക്കൂ. താൻ പോകുകയാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദിൽ വീണ് പ്രാർത്ഥിക്കുക എന്നതല്ലാതെ മറ്റു വഴികളില്ലെന്ന് അദ്ദേഹം കരുതി. അത്രയും നേരം അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ ഹസ്രത്ത് സാഹിബിനെ കണ്ടു. ഹസ്രത്ത് സാഹിബ് സദസ്സിൽ വന്നിരുന്നു. ഞാൻ മുന്നിൽ നിൽക്കുകയായിരുന്നു. എൻ്റെ താടിയും മീശയും മുടിയുമെല്ലാം ഷേവ് ചെയ്തിരുന്നു. ഇപ്പോഴത്തെ കാലത്തെന്ന പോലെ അക്കാലത്തും ഫാഷൻ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യുമായിരുന്നു. ഹസ്രത്ത് സാഹിബ് തല താഴ്ത്തിയാണ് ഇരുന്നിരുന്നത്. ഈ വ്യക്തിയുടെ മുഖം കാണാതെ എനിക്ക് പൂർണ്ണ വിശ്വാസം വരില്ലെന്ന് ഞാൻ മനസ്സിൽ കരുതി. കത്തിലൂടെ ബയ്യത്ത് ചെയ്തതാണെങ്കിലും എനിക്ക് പൂർണ്ണ ബോധ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നും അത് മനസ്സിലാകുന്നുണ്ട്. അല്പസമയത്തിന് ശേഷം ഹസ്രത്ത് സാഹിബ് തല ഉയർത്തി നോക്കി. അപ്പോൾ അദ്ദേഹം സത്യവാനാണ് എന്ന് എൻ്റെ മനസ്സ് മന്ത്രിച്ചു. മുഖം കണ്ടപ്പോൾ തന്നെ അദ്ദേഹം സത്യവാനാണെന്ന ശബ്ദം ഹൃദയത്തിൽ നിന്ന് വന്നു. വീണ്ടും അല്പം കഴിഞ്ഞ് അദ്ദേഹം തല ഉയർത്തി നോക്കിയപ്പോൾ ഞാൻ ആമന്ന വസദ്ദഖ്ന, അദ്ദേഹം സത്യവാനാണ് എന്ന് ആത്മകഥം ചെയ്തു. മൂന്നാം തവണ കൂടി നോക്കിയപ്പോൾ ഞാൻ അദ്ദേഹത്തിൽ ദണ്ഡമായിപ്പോയി. പിന്നീട് നമസ്കാരം ആരംഭിച്ചു. നമസ്കാരം കഴിഞ്ഞ് ഹസ്രത്ത് സാഹിബ് അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഒരാൾ വാതിനടുത്ത് നിന്ന് പറഞ്ഞു, ഹുസൂർ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഹസ്രത്ത് മസീഹ് സ്വലാത്തു വസ്സലാം പ്രസ്താവിച്ചു, നിങ്ങൾ എൻ്റെ ബയ്യത്തിൽ ഉള്ളയാളല്ലേ, ഞാൻ ശത്രുക്കൾക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കാറുണ്ട്. ഹസ്രത്ത് ഖലീഫ നിസാമുദ്ദീൻ സാഹിബ് വിവരിക്കുന്നു, ഞാൻ സിയാൽകോട്ടിൽ നിന്ന് സിന്ധിലെ ഷിക്കാർപൂരിലേക്ക് ജോലി ആവശ്യാർത്ഥം പോയതായിരുന്നു. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരെ വലിയ കോലാഹലങ്ങൾ അവിടെ ഉയർന്നു കേട്ടു. അമൃത്സറിൽ എനിക്ക് സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ അമൃത്സറിലേക്ക് വന്നു. അമൃത്സറിൽ നിന്ന് സിയാൽകോട്ടിലേക്ക് പോകാനായിരുന്നു എൻ്റെ ഉദ്ദേശം. എന്നാൽ ഞാൻ ഉറങ്ങിപ്പോയതിനാൽ സിയാൽകോട്ടിലേക്കുള്ള 2 വണ്ടികളും പോയി കഴിഞ്ഞിരുന്നു. ഉറക്കമുണർന്നപ്പോൾ വണ്ടികൾ പോയ വിവരം അറിഞ്ഞു. ഉടനെ തന്നെ മിർസ സാഹിബിൻ്റെ ഗ്രാമം അടുത്താണല്ലോ, അദ്ദേഹത്തെ ഒന്ന് കാണണം എന്ന ചിന്ത മനസ്സിലുദിച്ചു. പിന്നീട് ബട്ടാലയിലേക്ക് എപ്പോഴാണ് വണ്ടി എന്ന് അന്വേഷിച്ചു. അരമണിക്കൂറിനുള്ളിൽ വണ്ടിയുണ്ടെന്ന് ആളുകൾ പറഞ്ഞു. ഞാൻ ടിക്കറ്റ് എടുത്ത് ബട്ടാലയിലെത്തുകയും അവിടെ നിന്ന് കാൽനടയായി ഖാദിയാനിലേക്ക് പോവുകയും ചെയ്തു. അസർ സമയത്താണ് ഞാൻ അവിടെ എത്തിയത്. ഞാൻ ഹസ്രത്ത് മൗലവി അബ്ദുൽ കരീം സാഹിബിനെ കണ്ടുമുട്ടി. അദ്ദേഹം സിയാൽകോട്ടുകാരനായിരുന്നു. എന്നെ കണ്ടപ്പോൾ അദ്ദേഹം അതീവ സന്തുഷ്ടനായി. ഞങ്ങൾ അസർ നമസ്കാരം നിർവഹിച്ചു. അടുത്ത ദിവസം രാവിലെ മൗലവി അബ്ദുൽ കരീം സാഹിബ് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിവരമറിയിച്ചു. മസ്ജിദിലെ ജനാലക്കൽ വെച്ച് അദ്ദേഹം എൻ്റെ ബയ്യത്ത് സ്വീകരിച്ചു. ഹസ്രത്ത് സാഹിബിൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ
ലോകം കള്ളം പറഞ്ഞേക്കാം, എന്നാൽ ഈ മുഖം കള്ളം പറയുന്നതല്ല എന്ന് എൻ്റെ മനസ്സിന് ബോധ്യമായി. അദ്ദേഹത്തിൻ്റെ മുഖത്തിന് പ്രത്യേകമായ ഒരു ആകർഷണീയത ഉണ്ടായിരുന്നു. ഹൃദയങ്ങളെ കീഴടക്കുന്ന ഒരു ദിവ്യപ്രകാശം ആ മുഖത്ത് വർഷിക്കുമായിരുന്നു. ഇതുപോലെ ഹസ്രത്ത് ഹക്കീം അബ്ദുറഹ്മാൻ സാഹിബ് വിവരിക്കുന്നു, എൻ്റെ പിതാവ് വയ്യത്ത് ചെയ്ത് ലായൽപൂർ ജില്ലയിലെ ഗാജറയിലെ ചെക്ക് നമ്പർ 276 പോയപ്പോൾ ആ പ്രദേശത്ത് അദ്ദേഹം നന്നായി തബ്ലീഗ് നടത്തി. ആളുകൾ അദ്ദേഹത്തെ തങ്ങളുടെ ഇമാമായി നിശ്ചയിച്ചു. അദ്ദേഹം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഈസാ നബിയുടെ വഫാത്തിനെ കുറിച്ച് വളരെ വ്യക്തമായി വിവരിച്ചു കൊടുത്തു. ഇത് കേട്ട ആളുകൾ അത്ഭുതം കൂറി. അവിടെ വസീർദീൻ എന്നു പേരുള്ള ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഗ്രാമത്തിലെ നമ്പർദാരായിരുന്നു, നികുതി പിരിക്കുന്ന അധികാരിയായിരുന്നു. ഒരു ദിവസം വസീർദീൻ ഹക്കീം സാഹിബിനോട് പറഞ്ഞു, എനിക്ക് ഒരു ചെമ്പ് ആവശ്യമുണ്ട്. അവിടുത്തെ ചൗധരിമാർ ദരിദ്രർക്ക് ഭക്ഷണം നൽകാനോ മറ്റ് പരിപാടികൾക്കോ വേണ്ടി വലിയ ചെമ്പുകൾ നിർമ്മിക്കാറുണ്ടായിരുന്നു. ഗുജറാൻ വാലിയിൽ നല്ല പാത്രങ്ങൾ ഉണ്ടാക്കുമെന്ന് കേട്ടു. അവിടെ വരെ എൻ്റെ കൂടെ വരണം. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് നല്ല ചെമ്പ് തന്നെ വേണമെങ്കിൽ നമുക്ക് ബട്ടാലയിലേക്ക് പോകാം. അവിടെയാണ് കൂടുതൽ നന്നായി നിർമ്മിക്കുന്നത്. അവർ ബട്ടാലയിലെത്തിയപ്പോൾ ഹക്കീം സാഹിബ് ചൗധരി വസീർദിനോട് പറഞ്ഞു, ഇവിടെ അടുത്ത് കാദിയാനിൽ മിർസ സാഹിബ് താമസിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തെ ബയ്യത്ത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സത്യവാനാണ്. നിങ്ങളും ഒന്ന് വരൂ. അപ്പോൾ ചൗധരി സാഹിബ് പറഞ്ഞു, അദ്ദേഹം തീർച്ചയായും സത്യവാനായിരിക്കുമെന്ന് ഞാൻ സാക്ഷ്യം നൽകുന്നു. കാരണം ചൗധരി സാഹിബിന് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ നേരത്തെ അറിയാമായിരുന്നു. സിയാൽക്കോട്ടിൽ ഞാനും മിർസ സാഹിബും ഒരുമിച്ച് ജോലി ചെയ്തിരുന്നു. ഞാൻ പട്ടുവാരിയായിരുന്നു, അദ്ദേഹം ഓഫീസിൽ ജോലി ചെയ്യുകയായിരുന്നു. ഹക്കീം സാഹിബിനോടൊപ്പം ചെമ്പ് വാങ്ങാൻ പോയ ചൗധരി സാഹിബ് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പരാമർശം വന്നപ്പോൾ പറഞ്ഞു, അതെ, അദ്ദേഹം തീർച്ചയായും സത്യവാനായിരിക്കും. അദ്ദേഹം ഓഫീസിൽ ജോലി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കലും കൈക്കൂലി വാങ്ങിയിട്ടില്ല, കള്ളം പറഞ്ഞിട്ടുമില്ല. അങ്ങേയറ്റം ഭക്തനും ദൈവഭക്തനുമായിരുന്നു അദ്ദേഹം. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരിക്കലും കള്ളവാദം ഉന്നയിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ യുവത്വം ഞാൻ നേരിൽ കണ്ടതാണ്. അത്തരമൊരാൾ കള്ളം പറയുകയില്ല. ശരി, ഞാനും നിങ്ങളുടെ കൂടെ വരാം. അങ്ങനെ ചൗധരി സാഹിബ് ഉടൻ തന്നെ കാദിയാനിൽ പോയി ബയ്യത്ത് ചെയ്തു. മിയാ ഫിറോസ്ദീൻ സാഹിബ് വിവരിക്കുന്നു, എൻ്റെ ഉപ്പാപ്പയുടെ പേര് മിയാ നിസാംദീൻ എന്നായിരുന്നു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ജോലിയുമായി ബന്ധപ്പെട്ട് സിയാൽക്കോട്ടിലെത്തിയ കാലത്ത് എൻ്റെ ഉപ്പാപ്പയാണ് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സാലു ഗുജ്ജർ മഹലിൽ വീട് വാടകയ്ക്ക് എടുത്തു നൽകിയത്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം എൻ്റെ ഉപ്പാപ്പയെ കൊണ്ട് 6 ഗ്രാം സ്വർണത്തിൻ്റെ ഒരു മോതിരം നിർമ്മിച്ച് തൻ്റെ വീട്ടിലേക്ക് അയച്ചിരുന്നു. എൻ്റെ ഉപ്പായുമായി ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം മസീഹത്ത് വാദിച്ചപ്പോൾ എൻ്റെ ഉപ്പാപ്പ അല്പകാലത്തിന് ശേഷം അദ്ദേഹത്തെ ബയ്യത്ത് ചെയ്തു. അദ്ദേഹം മുഴു കുടുംബാംഗങ്ങളോടും പറഞ്ഞു, ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ ജോലി ചെയ്തിരുന്ന കാലം മുതൽ എനിക്ക് അദ്ദേഹത്തെ അറിയാം. അതിനാൽ നിങ്ങൾ എൻ്റെ സാന്നിധ്യത്തിൽ ബയ്യത്ത് ചെയ്യുക. ഈ മുഖം അസത്യവാദിയുടേതല്ല. 1892 ഞങ്ങളുടെ കുടുംബം മുഴുവൻ ബയ്യത്ത് ചെയ്തതായി അദ്ദേഹം പറയുന്നു. ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് ഒരു റിവായത്ത് വിവരിക്കുന്നു. മുൻഷി അബ്ദുൽ അസീസ് സാഹിബ് ഓജാവലി വിവരിച്ചു, 1890 ഗുർദാസ്പൂർ താലൂക്കിലെ ജഗത്പൂർ കോഹ്ലിയാൻ ഗ്രാമത്തിൽ ഞാൻ പട്ടുവാരിയായിരുന്നു. 1891 പണിപ്പെട്ട് ഗുർദാസ്പൂർ താലൂക്കിൽ തന്നെ സെഖ്വാൻ ഗ്രാമത്തിലേക്ക് സ്ഥലം മാറ്റവും വാങ്ങി. ആ സമയത്ത് ഞാൻ അഹമ്മദിയായിരുന്നില്ല. എങ്കിലും ഹസ്രത്ത് സാഹിബിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. എതിർപ്പൊന്നുമില്ലായിരുന്നുവെങ്കിലും പണ്ഡിതന്മാരെല്ലാം ഹസ്രത്ത് സാഹിബിനെതിരാണല്ലോ എന്ന ചിന്തയായിരുന്നു എന്നെ തടഞ്ഞിരുന്നത്. സെഖ്വാനിൽ വെച്ച് മിയാം ജമാൽദീൻ, ഇമാംദീൻ, ഖൈർദീൻ സാഹിബ് എന്നിവരുമായി ഞാൻ പരിചയപ്പെട്ടു. അവരെനിക്ക് ഹസ്രത്ത് സാഹിബിൻ്റെ ഇസാലെ അഹ്വാം എന്ന പുസ്തകം വായിക്കാൻ നൽകി. ഞാൻ ദുആ ചെയ്ത ശേഷം പുസ്തകം വായിക്കാൻ തുടങ്ങി. അത് വായിച്ചു തീർന്നപ്പോഴേക്കും ഹസ്രത്ത് സാഹിബിൻ്റെ സത്യത എൻ്റെ ഹൃദയത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടി. എല്ലാ സംശയങ്ങളും നീങ്ങി. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മിയാൻ ഖൈർദീനോടൊപ്പം ഞാൻ കാദിയാനിൽ പോയി. ഗോൾക്കംബ്രയ്ക്ക് സമീപം വെച്ച് ആദ്യമായി ഹസ്രത്ത് സാഹിബിനെ സന്ദർശിച്ചു. ഹസ്രത്ത് സാഹിബിനെ കണ്ടപ്പോൾ ഞാൻ മിയാ ഖൈർദീൻ സാഹിബിനോട് പറഞ്ഞു, ഈ രൂപം കള്ളം പറയുന്നവരുടേതല്ല. അങ്ങനെ ഞാൻ ബയ്യത്ത് ചെയ്തു.
അതുപോലെ ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് ചൗധരി സഫറുല്ല ഖാൻ സാഹിബിൻ്റെ മറ്റൊരു റിവായത്ത് വിവരിക്കുന്നു. ബഹുമാനപ്പെട്ട ചൗധരി സർ മുഹമ്മദ് സഫറുല്ല ഖാൻ സാഹിബ് എഴുതി അറിയിച്ചു, ലാഹോറിൽ വെച്ച് ആദ്യമായ മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വിശ്വാസപരമായി യാതൊരു പ്രഭാവവും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായ സ്വാധീനം ഇതാണ്: ഈ മനുഷ്യൻ സത്യവാനാണ്, ഇദ്ദേഹം പറയുന്നത് സത്യമാണ്. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തോടുള്ള ഒരു സ്നേഹം എൻ്റെ ഹൃദയത്തിൽ കുടിയിരുത്തപ്പെട്ടു. അതുതന്നെയാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയ്ക്കുള്ള യഥാർത്ഥ തെളിവ്. ഞാൻ അന്ന് ഒരു കുട്ടി മാത്രമായിരുന്നുവെങ്കിലും അന്ന് മുതൽ ഇതുവരെ എനിക്ക് മറ്റൊരു തെളിവിൻ്റെയും ആവശ്യം വന്നിട്ടില്ല. പിന്നീട് എൻ്റെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്ന പല സംഭവങ്ങളും തുടർച്ചയായി ഉണ്ടായെങ്കിലും ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തിരുമുഖം ദർശിച്ചിട്ടാണ് ഞാൻ അദ്ദേഹത്തെ വിശ്വസിച്ചത്. ആ സ്വാധീനം തന്നെയാണ് ഇന്നും എനിക്ക് അദ്ദേഹത്തിൻ്റെ വാദങ്ങളുടെ സത്യതയ്ക്കുള്ള ഏറ്റവും വലിയ തെളിവ്. ഈ നിലയ്ക്ക് 1904 സെപ്റ്റംബർ 3 മുതൽ, അതായത് ആദ്യമായി കണ്ട ദിവസം മുതൽ ഞാൻ അഹമ്മദിയാണെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ ഹസ്രത്ത് മിയാ സദറുദ്ദീൻ സാഹിബ് വിവരിക്കുന്നു, ഞാൻ ബയ്യത്ത് ചെയ്ത സമയത്ത് എൻ്റെ പിതാവിനോട് ചോദിച്ചു, ആളുകൾ എന്തിനാണ് കുതിരവണ്ടികളിൽ ഖാദിയാനിലേക്ക് വരുന്നത് എന്ന് താങ്കൾക്കറിയാമോ? എനിക്കറിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. മിർസ സാഹിബ് താൻ മസീഹ് മൗഊദ് ആണെന്ന് പറയുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ പിതാവ് പറഞ്ഞു, ആ കാര്യം ശരിയായിരിക്കും, ഞാൻ ആ വ്യക്തിയെ കുട്ടിക്കാലം മുതൽ കണ്ടിട്ടുള്ളതാണ്, അദ്ദേഹം തെറ്റായ കാര്യങ്ങൾ പറയുകയില്ല. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രസ്താവിക്കുന്നു, ഇതാ നോക്കൂ, അള്ളാഹു നിങ്ങൾക്ക് മേൽ ന്യായപൂർത്തീകരണം ഇപ്രകാരം നടത്തിയിരിക്കുന്നു. എൻ്റെ വാദത്തിന് ആയിരക്കണക്കിന് തെളിവുകൾ സ്ഥാപിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ഈ അവസരം നൽകിയിരിക്കുന്നു. അതായത് ഈ പ്രസ്ഥാനത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്ന വ്യക്തി ഏത് പദവിയിലുള്ള ജ്ഞാനമുള്ള ആളാണെന്നും എത്രത്തോളം തെളിവുകൾ സമർപ്പിക്കുന്നുവെന്നും നിങ്ങൾ ചിന്തിക്കുക. കള്ളമോ ചതിയോ കെട്ടിച്ചമച്ച കാര്യങ്ങളോ എൻ്റെ മുൻകാല ജീവിതത്തിന് മേൽ ആരോപിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നേരത്തെ കള്ളം പറയാനും കാര്യങ്ങൾ കെട്ടിച്ചമയ്ക്കാനും ശീലിച്ച ഒരാൾ ഇതും കള്ളം പറഞ്ഞതായിരിക്കാം എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. നിങ്ങളിൽ ആർക്കാണ് എൻ്റെ ജീവചരിത്രത്തിൽ എന്തെങ്കിലും കുറ്റങ്ങൾ കണ്ടെത്താൻ കഴിയുക? അതുകൊണ്ട് തുടക്കം മുതൽ എന്നെ ദൈവഭക്തിയിൽ ഉറപ്പിച്ചു നിർത്തിയത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. ചിന്തിക്കുന്നവർക്ക് ഇതൊരു തെളിവാണ്. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മെ ഉപദേശിച്ചുകൊണ്ട് പ്രസ്താവിക്കുന്നു, ഓർക്കുക, സത്യം അതിൻ്റെ പൂർണ്ണമായ സ്വാധീനം ചെലുത്തിക്കഴിഞ്ഞാൽ അതൊരു ദിവ്യപ്രകാശമായി മാറുന്നു. ആ പ്രകാശത്തെ സ്വീകരിക്കുന്നവന് ഏതൊരു ഇരുട്ടിലും അത് വഴികാട്ടിയാവുകയും എല്ലാ പ്രയാസങ്ങളിലും സംരക്ഷണം നൽകുകയും ചെയ്യും. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരാകാനും എപ്പോഴും ഉന്നതമായ സത്യത്തിൻ്റെ മാനദണ്ഡങ്ങൾ പ്രാവർത്തികമാക്കുന്നവരാകാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.